പിസ്സ കഴിക്കാൻ തോന്നുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയേ. നല്ല ഈസിയായ റെസിപ്പിയാണ് കേട്ടോ. പിള്ളേർക്ക് സ്കൂളിലൊക്കെ ടിഫിനായിട്ട് കൊണ്ടുപോകാൻ പറ്റിയതാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഗോതമ്പ് പൊടിയാണ്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തു. നമ്മൾ സാധാരണ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ്. ചപ്പാത്തി ഉണ്ടാക്കുന്ന പോലെ ചപ്പാത്തി കുഴയ്ക്കുന്ന പോലെ കുഴയ്ക്കുക. ഒത്തിരി സമയം കുഴയ്ക്കുകയൊന്നും വേണ്ട. നോർമൽ രീതിയിൽ ഒന്ന് കുഴച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ചെറിയ ചെറിയ ബോളുകളാക്കണം കേട്ടോ. ഒത്തിരി വലിയ ചപ്പാത്തി അത്രയും വലുപ്പം വേണ്ട. ഒരു പൂരിയുടെ വലുപ്പത്തിൽ ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കണം. അതിനുശേഷം ഇതിലേക്ക് ഞാൻ ചീസ് വെച്ച് കൊടുത്തു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചീസ് വെക്കാം കേട്ടോ. പിന്നെ ഒലിവ്സ്, ക്യാപ്സിക്കം, ചിക്കൻ നിങ്ങൾക്ക് എന്താണ് ഫില്ല് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇനി പനീർ വേണേൽ പനീർ, വെജിറ്റേറിയൻ ആയിട്ടുള്ള ആളുകൾക്ക് നോൺ വെജും എന്ത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ ചീസെല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ. ഇനി ഇത് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കണം. ഇതിങ്ങനെ നമ്മൾ കവർ ചെയ്യുമ്പോൾ നന്നായിട്ട് ചീസൊന്നും പുറത്തോട്ട് വരാതെ നല്ല രീതിയിൽ തന്നെ കവർ ചെയ്തെടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ചീസെല്ലാം ഒലിച്ച് പുറത്തേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇതുപോലെ ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. ഒന്ന് കവർ ചെയ്തെടുത്ത് നമ്മൾ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഒരു റൗണ്ട് ഷേപ്പിലാക്കി എടുക്കുക. ഇതുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇതുപോലെ ഒരു പാനാണ് എടുത്തിരിക്കുന്നത്. ഇത് ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചാണ് കേട്ടോ. ഒത്തിരി യൂസ്ഫുള്ളാണ് ഈ ഒരു സാധനം. നമുക്ക് 4 ഒരുമിച്ച് ഉണ്ടാക്കിയെടുക്കാം. ഈ മുട്ട ഓംലേറ്റ് ഉണ്ടാക്കുന്നതിനായാലും നമുക്ക് ഒരുമിച്ച് കുറേ ഓംലേറ്റ് 4 ഒരുമിച്ച് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഊത്തപ്പം, കള്ളപ്പം ഇതൊക്കെ ഉണ്ടാക്കാൻ നല്ലതാണ്. ഞാൻ ഇത് മേടിച്ച ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇത് നോൺ സ്റ്റിക്ക് പാനായതുകൊണ്ട് ഞാൻ എണ്ണയൊന്നും തേച്ചില്ല. ഡയറക്റ്റ് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. പിന്നെ നമ്മൾ സാധാരണ ചപ്പാത്തി ഉണ്ടാക്കുന്ന പോലെ തിരിച്ച് മറിച്ചു വിട്ട് വേവിച്ചെടുക്കണം. പിന്നെ ലോ ഫ്ലെയിമിലായിരിക്കണം കേട്ടോ. കാരണം ഇത് ഇച്ചിരി കട്ടിയുള്ളതുകൊണ്ട് കരിഞ്ഞു പോകും, അല്ലെങ്കിൽ അകം കുക്കാകാതെയും പോവും. അപ്പോൾ തിരിച്ച് മറിച്ചു വിട്ട് നമ്മൾ ഇടയ്ക്കിടെ തിരിച്ച് മറിച്ചിട്ട് കൊടുക്കുക. അതിന് ശേഷം ഇതിൻ്റെ മേലിലോട്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ച് ബട്ടറോ എണ്ണ എന്തെങ്കിലും തേച്ച് കൊടുക്കാം. അങ്ങനെ തൂത്ത് കൊടുത്താൽ ഇച്ചിരി ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ കുറച്ച് ബട്ടർ ഇതിൻ്റെ മേലോട്ടൊന്ന് തൂത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒത്തിരി ഒന്നും ആവശ്യമില്ല, ജസ്റ്റ് ഇതുപോലെ ഒന്ന് തൂത്ത് കൊടുത്താൽ മതിയാവും. കണ്ട് ഇവിടെ ഇത് ഏകദേശം ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. പിന്നെ ഇതുപോലത്തെ പാത്രം യൂസ് ചെയ്യുന്നതുകൊണ്ട് ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, ഇതിങ്ങനെ കുഴിയുള്ളതുകൊണ്ട് എല്ലാ സൈഡും ഒരുപോലെ കുക്കായി കിട്ടും. നമ്മൾ സാധാരണ ചപ്പാത്തി കല്ലിലൊക്കെ ഉണ്ടാക്കുന്നെങ്കിൽ അതൊന്ന് നമുക്കൊന്ന് തിരിച്ച് അതിൻ്റെ ആ സൈഡ് വശം കൂടി ഒന്ന് വേകുന്നതിന് വേണ്ടിയിട്ട് ഈ രീതിയിലൊന്ന് തിരിച്ചൊന്ന് നമ്മൾ കുക്ക് ചെയ്ത് കൊടുക്കണം. ഈ ഒരു പാത്രമാണെങ്കിൽ എളുപ്പമാണ് കേട്ടോ. ഇതിവിടെ എല്ലാ വശവും നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റാവുന്നതാണ് സ്റ്റൗവിൽ നിന്ന്. നിങ്ങൾ ഈ ഗോതമ്പൊടിയുടെ സ്ഥാനത്ത് വേണമെങ്കിൽ മൈദ വെച്ചിട്ടുണ്ടാക്കാം. നമ്മൾ പിസ്സ ഉണ്ടാക്കുന്ന അതേ രീതിയിൽ തന്നെ ഉണ്ടാക്കിയ ശേഷം മൈദ കൊണ്ട് നമുക്ക് ഉണ്ടാക്കുന്നതാണ്. അപ്പം കുറച്ചും കൂടെ ടേസ്റ്റ് കാണും. പക്ഷേ ഗോതമ്പാകുമ്പോൾ ഇച്ചിരി ഹെൽത്തി ആണല്ലോ എന്നോർത്താണ് ഞാൻ ഉണ്ടാക്കി കേട്ടോ. പിന്നെ ഉണ്ട് ഇതുപോലെ ഒരു ചെറിയ സൈസ് ആണെങ്കിൽ നമുക്ക് പിള്ളേർക്ക് സ്കൂളിൽ കൊടുത്തിടാൻ നല്ലതായിരിക്കും. ചപ്പാത്തി ഉണ്ടാക്കുന്ന ഓർക്കുന്ന ദിവസങ്ങളിൽ കറിയൊന്നും ഇല്ല എങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയാൽ നല്ലതായിരിക്കുമല്ലേ. ഇനി നിങ്ങൾ ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുമ്പോഴത്തേനും ഇതുപോലെ ഒന്ന് കുറച്ചൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ അകത്ത് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇപ്പം ചീസ് ഇഷ്ടമില്ല, ചീസ് ഒഴിവാക്കാൻ കേട്ടോ. പക്ഷേ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. നല്ല ഹെൽത്തിയാണ്, പിള്ളേർക്കൊക്കെ ഇഷ്ടമാകുന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കരുത്.